ഹലോ, നമ്മൾ ഇന്നൊരു ഇഞ്ചിക്കറി തയ്യാറാക്കാൻ പോകാം കേട്ടോ. ഇഞ്ചിക്കറി ഇല്ലേ, നമ്മൾ ഈ ശർക്കരയൊക്കെ ചേർത്ത് എല്ലാ നാടുകളിലും എങ്ങനെയൊന്നും പേര് പറയുന്നതെന്ന് അറിയത്തില്ല. ഞങ്ങളുടെ ഇവിടെയൊക്കെ ഇഞ്ചിക്കറി എന്നാണ് പറയുന്നത്. ചിലടത്ത് ഇഞ്ചിപ്പുളി എന്ന് പറയും. നമുക്കിന്ന് ഇഞ്ചിക്കറി ഉണ്ടാക്കാനായിട്ട് നോക്കാം. അതിനായിട്ട് നമ്മൾ ഇഞ്ചി ചിരണ്ടി കഴുകി എടുത്തിട്ടുണ്ട്. ഇഞ്ചി ചിരണ്ടി അരിഞ്ഞ് കഴുകി എടുത്തിട്ടുണ്ട്. ചിരണ്ടി അരിഞ്ഞ ഇഞ്ചി നമ്മൾ അടുപ്പത്ത് പാത്രം വെച്ചിട്ട് എണ്ണയൊഴിച്ച് വറുത്തെടുക്കുവാണേ. ഇത് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമ്മളിത് നന്നായിട്ട് വറുത്തെടുക്കണം. ഇന്ന് ഗ്യാസ് അടുപ്പിൽ ഉണ്ടാക്കാത്ത എന്താണെന്ന് ചോദിച്ചാൽ, ഇത് വറന്നെടുക്കണമെങ്കിൽ നല്ല തീ വേണം. പിന്നെ ഗ്യാസ് അടുപ്പിൽ ഉണ്ടാക്കിയാൽ ഇത് കരിഞ്ഞു പോകും, പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇതങ്ങനെ കരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് അടുപ്പത്ത് ഉണ്ടാക്കിയേക്കുന്നത് കേട്ടോ. വിറകടുപ്പിലാണ് നമ്മൾ ഉണ്ടാക്കിയേക്കുന്നത്. ഇന്നലെ നമ്മൾ പാവയ്ക്ക കിച്ചടി ഉണ്ടാക്കുന്ന ഒരു ഷോർട്ടായിട്ട് കാണിച്ചിട്ടുണ്ട്. അത് വീഡിയോ എടുക്കാനൊന്നും ഒത്തില്ലായിരുന്നു. ഇന്ന് നമുക്കെന്നാൽ ഇഞ്ചിക്കറി ഉണ്ടാക്കാം. പല നാടുകളിൽ പല രീതിയിലാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. ഇത് നമ്മുടെ കോട്ടയം സ്റ്റൈലിൽ ഉണ്ടാക്കുന്ന ഒരു രീതിയാണ് ഇന്ന് കാണിക്കുന്നത്. ഇന്ന് ഉത്രാടമൊക്കെ അല്ലേ, അപ്പോൾ ഇന്ന് ഉണ്ടാക്കി വെക്കുവാണെങ്കിൽ ഇന്നത്തേക്കും നമുക്ക് കൂട്ടാം. നാളെ തിരുവോണത്തിനും നമുക്കിത് തന്നെ എടുക്കാം. ഇത് 2-3 ദിവസത്തേക്ക് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ ചീത്തയൊന്നായി പോകുന്ന കറിയല്ല. നമ്മുടെ കല്യാണ സദ്യകളിലും ഒക്കെ അഗ്രഗണ്യനാണ് നമ്മുടെ ഈ ഇഞ്ചിക്കറി. എല്ലാവർക്കും വളരെ ഇഷ്ടമുള്ളത് കേട്ടോ. എല്ലാവരും അത് വളരെ സ്വാദായിട്ട് കഴിക്കുന്നതുമാണ്. ഞാനൊക്കെ സദ്യക്ക് പോവുകയാണെങ്കിൽ 2 തവണയെങ്കിലും വാങ്ങിച്ച് കൂട്ടും. പിന്നെ നമ്മൾ ഇടയ്ക്ക് വീട്ടിലുണ്ടാക്കാറുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ അടുക്കി പിടിക്കാതെ ഇടയ്ക്ക് ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ. നല്ലപോലെ ഒരു ചുമന്ന നിറമാവുന്ന വരെ നമ്മളിതിങ്ങനെ വറുത്തുകൊണ്ടിരിക്കണം. തീ അധികമൊന്നും കൊടുക്കണ്ട, ചെറിയ തീ മതി. ഇതിപ്പം നമ്മൾ കഞ്ഞി വാർത്ത അടുപ്പാണ്, അതുകൊണ്ട് നല്ല ചൂടുണ്ട്. അധികം തീ ഇല്ലെങ്കിലും കുഴപ്പമില്ല. ആദ്യം എണ്ണ നല്ലപോലെ ഒഴിച്ചാൽ എണ്ണയെല്ലാം കുടിച്ച് ഇനിയിപ്പോൾ അത് വറന്ന് വരുമ്പോഴത്തേക്കും നല്ല സൂപ്പറായിട്ട് ചുമന്നിരിക്കും. നമ്മുടെ ജിമ്മിനിക്കകത്ത് ഷീറ്റ് കിടക്കുന്നുണ്ടോ? ഒരു വീഡിയോ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട്. നമ്മൾ റബ്ബർ ഷീറ്റ് ഉറച്ചു വെച്ചേക്കുന്നതും അടിക്കുന്ന മെഷീനും ഒക്കെ കാണിച്ചു തന്നിട്ടുണ്ട്. നമ്മുടെ ഇത് ചിമ്മിനിയുടെ മുകളിലാണ് നമ്മൾ ഷീറ്റെല്ലാം ഇടുന്നത്. ഇതിൻ്റെ മുകളിലോട്ട് ഒരുപാടുണ്ട് കേട്ടോ. ഇതിൻ്റെ മുകളിൽ നിന്ന് എൻട്രൻസ് ഉണ്ട്, അതിൻ്റെ പൊക്കത്തിലിടാൻ വേണ്ടി. ഇതിപ്പം അവിടെ തികയാത്ത കൊണ്ട് നമ്മൾ വെറുതെ കുറച്ച് അലകെടുത്തിട്ട് ഇങ്ങനെ അടുപ്പിന് മുകളിലോട്ട് വെച്ചിട്ട് അവത്തലിട്ടേക്കുക. അതിൻ്റെ മുകളിലായിട്ട് കയറാൻ ചിമ്മിനിയുടെ മുകളിൽ നിന്ന് ഒരു വാതിലുണ്ട്, അവിടെയുണ്ട് ഷീറ്റ്. അവിടെ തികയാത്ത കൊണ്ടാണ് നമ്മളിപ്പോൾ ഇവിടെ ഇട്ടേക്കുന്നത്. ഇതിനി ഇവിടെ കിടന്ന് പുക കൊണ്ട് നല്ല കറുത്ത കളറാവും. കറുത്ത കളറാകുമ്പോൾ നമ്മൾ ഇവിടുന്ന് എടുത്ത് മാറ്റിയിട്ട് വേറെ എവിടെയെങ്കിലും കൊണ്ട് വെക്കും. അന്നേരം ഓരോ ദിവസവും നമ്മൾ ഉറയ്ക്കുന്ന ഷീറ്റുകൾ ഇങ്ങനെ കൊണ്ട് നിട്ടുകൊണ്ടിരിക്കും. അത് കറക്കുന്നതിനനുസരിച്ച് നമ്മളെടുത്ത് മാറ്റി പുതിയത് ഇട്ടുകൊണ്ടിരിക്കും. ഇതിങ്ങനെ പുക കൊണ്ടാൽ മാത്രമേ നല്ല ഷീറ്റ് ആവുള്ളൂ. അതിനുവേണ്ടിയാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. കണ്ടില്ലേ, ഈ പുകയെല്ലാം ചെല്ലുന്ന ഷീറ്റിലേക്കാണ്. അങ്ങനെ ഉണങ്ങുന്ന ഷീറ്റിനാണ് നല്ല വില. നമ്മുടെ ഇഞ്ചി അവിടെ കിടന്ന് പതുക്കെ ആവട്ടെ കേട്ടോ. ഇവിടെ നല്ല വെളിച്ചക്കുറവുണ്ട്. എപ്പോഴും ഈ തീ കത്തിക്കുന്നതുകൊണ്ടേ ഇവിടെ എല്ലാം പുകഞ്ഞ് നല്ല വെളിച്ചക്കുറവുണ്ട്. ഇനി നമുക്ക് ആവശ്യമുള്ളത് ഈ അളവിൽ വാളംപുളി കേട്ടോ. ഇത് നന്നായിട്ട് കഴുകിയിട്ട് വെള്ളത്തിലിട്ട് കുതിർക്കാൻ വെക്കണം. അപ്പം നമ്മുടെ ഇഞ്ചി വറന്നു വരുമ്പോഴത്തേക്കിനും പുളി നന്നായിട്ട് അലുത്ത് കിടന്നോളും. ഇനി ഇഞ്ചിക്കറി ഉണ്ടാക്കാൻ ആവശ്യം നമുക്ക് ശർക്കര കേട്ടോ. നമുക്ക് ഇച്ചിരി ശർക്കരയും കൂടെ ചീകിയെടുക്കാം. നമുക്കിതിനകത്തുനിന്ന് കുറച്ച് ശർക്കര ചീകണം. ഇത് ആദ്യം നമ്മൾ ചേർത്ത് നോക്കിയിട്ട് മധുരം കുറവുണ്ടെങ്കിൽ പിന്നെ ചേർത്താൽ മതി. ഒരുപാടൊന്നും വേണ്ട. ഇതിപ്പോൾ 1/2 കിലോ ശർക്കരയാണ്. നമുക്കൊരു 150-200 ഗ്രാം ശർക്കര എന്തായാലും വേണ്ടി വരും. നമുക്കത് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് പിന്നെ വേണമെങ്കിൽ ചേർത്താൽ മതി. നമ്മൾ ഇപ്പം ഉപ്പിട്ടാണ് ഇഞ്ചി വറുത്തോണ്ടിരിക്കുന്നത്.
കുറച്ചളവിൽ ഉപ്പിടണം. എന്നിട്ടാണ് നമ്മൾ ഇനി ഈ ശർക്കരയും കൂടെ ചേർക്കാൻ പോകുന്നത്. നമ്മൾ ഇഞ്ചി വറക്കുന്ന സമയം കൊണ്ട് ഇവിടെ ദോശയും ചുടുന്നുണ്ട് കേട്ടോ. അത്രയും സമയം നമുക്ക് ലാഭിക്കാം. ഇഞ്ചി അവിടെ കിടന്ന് വറന്ന് വന്നോളും. ഇഞ്ചി വറക്കുന്ന സമയം കൊണ്ട് നമ്മൾ ദോശ ഉണ്ടാക്കുവാണേ. ഇഞ്ചി ഏകദേശം പാകമായിട്ടുണ്ട് കേട്ടോ. ഒരു ഇച്ചിരിയും കൂടെ ചുമന്നാൽ മതി. ഉണ്ടോ, ഇത് പകുതി മുക്കാലും വറന്നിട്ടുണ്ട്. ഇടയ്ക്ക് ഇങ്ങനെ ഒന്ന് ഇളക്കിയിട്ട് കൊടുത്താൽ മതി. ബാക്കി സമയം കൊണ്ട് നമുക്ക് വേറെയുള്ള പണികളൊക്കെ ചെയ്യാം. ആ സമയം കൊണ്ട് നമുക്കിവിടെ ഒരു ദോശ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെയൊക്കെ പണി ചെയ്തെങ്കിലേ നമ്മുടെ അടുക്കളയിലെ പണി തീരുള്ളൂ. ഇല്ലാതെ നമ്മൾ ഓരോ പണിയും നോക്കിയിരുന്ന് ചെയ്യാനിരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ ഒരു പണിയും നടക്കുകയില്ല. ഇപ്പം നമ്മുടെ ഇഞ്ചി പാകമായിട്ടുണ്ട് കേട്ടോ. അവിടെ ഇഞ്ചി വറക്കാൻ വെച്ച സമയത്ത് നമ്മുടെ ഇവിടെ പാലും വേറൊരു അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോഴത്തേക്കിനും നമ്മുടെ പാലും തിളച്ചിരിക്കും. വേറൊരടുപ്പേ ദോശയുണ്ട്. നമ്മളപ്പോൾ 3 പണികൾ ഒന്നിച്ചാണ് ചെയ്യുന്നത്. ഇങ്ങനെ നടത്തിയാൽ മാത്രമേ പണി തീരുള്ളൂ. അതുകൊണ്ടാവട്ടെ ഇങ്ങനെ ചെയ്യുന്നത്. എന്നും ഇങ്ങനെയൊക്കെ തന്നെയാണ്. 3 അടുപ്പിലായിട്ട് 3 സ്ഥലത്തായിട്ട് എൻ്റെ പണികൾ നടത്തും. മിക്കവാറും പാല് തിളച്ച് ചാടി പോവുകയാണ് പതിവ്. ഇവിടുന്ന് ഈ പണിയും ചെയ്ത് വെച്ച് അവിടെ ചെന്ന് ഇടയ്ക്കിടയ്ക്ക് നോക്കണം പാല് തിളച്ചോന്ന്. അങ്ങനെ നോക്കി കണ്ണ് തെറ്റിയിട്ടുണ്ടെങ്കിൽ പാല് മിക്കവാറും തിളച്ച് ചാടിപ്പോവും. മിക്ക ദിവസം അങ്ങനെ പറ്റാറുണ്ട്. ഇനിയാണ് ഇതിൻ്റെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള കാര്യം. നമ്മൾ ഇഞ്ചി വറുത്ത് വെച്ച പാത്രത്തിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണേ. നമുക്ക് കുറച്ച് സാധനങ്ങൾ വറുത്തെടുക്കണം. അതിന് വേണ്ടിയുള്ള എണ്ണ നമ്മൾ ഒഴിച്ചു കൊടുക്കുക. ആദ്യം നമ്മൾ ഇടാൻ പോകുന്ന ഉലുവയാട്ടോ. ഉലുവ ഒരു 2 സ്പൂണോളം വേണം. അതിനുശേഷം വേണ്ടത് വറ്റൽമുളകാണ്. 2 വറ്റൽമുളകും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. 2 വറ്റൽമുളക് മതിയായിരിക്കും. കാരണം നമ്മൾ ഇഞ്ചിയല്ലേ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് നല്ല എരിവുള്ള കറിയായിരിക്കും. എരിവുള്ളത് കൊണ്ട് തന്നെ 2 മുളകിൻ്റെ ആവശ്യമുള്ളൂ. ഇനി നമ്മളിത് നന്നായിട്ട് ഇളക്കി കൊടുത്ത് വറുത്തെടുക്കണം. അപ്പം നമ്മുടെ ഉലുവയും വറ്റൽമുളകും ആവശ്യത്തിന് വറന്നിട്ടുണ്ട്. നമുക്കിനി ഇത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം. നമ്മൾ ഇഞ്ചി, പിന്നെ ഉലുവ, വറ്റൽമുളക് എന്നിവ വറുത്ത് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇത് മിക്സിയിലിട്ട് നല്ല തരിതരിപ്പായിട്ട് പൊടിച്ചെടുക്കാം. നമ്മളിത് ഈ പരുവത്തിന് മിക്സിയിലിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ പാത്രം അടുപ്പത്ത് വെച്ച് ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. എണ്ണ ചൂടാവട്ടെ. എന്നിട്ട് നമുക്ക് കടുകിട്ട് പൊട്ടിക്കാം. കടുകിടാൻ പോവാണ്. നമ്മൾ കടുക് പൊട്ടാൻ തുടങ്ങി. ഇനി കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി നമ്മളതിലേക്ക് ഇഞ്ചി ഇട്ട് കൊടുക്കുകയാണ്. ഇഞ്ചി ഇട്ട് കൊടുത്ത് നമ്മൾ പുളി പിഴിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. ആ പുളി പിഴിഞ്ഞ വെള്ളവും ഒഴിച്ച് ഇളക്കി കൊടുക്കണം. ഇനി നമ്മൾ അതിനകത്തേക്ക് ആവശ്യത്തിന് ശർക്കരയും കൂടെ ചേർക്കുന്നുണ്ട്. ശർക്കരയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കാം. ഇത് നന്നായിട്ട് തിളയ്ക്കണം. അപ്പം നമ്മുടെ ഇഞ്ചിക്കറി തിള വന്നിട്ടുണ്ട് കേട്ടോ. നമുക്കിതിന് ടേസ്റ്റ് നോക്കിയിട്ട് ആവശ്യത്തിന് ഇനി വേണമെങ്കിൽ ഇച്ചിരി ഉപ്പും കൂടെ ചേർക്കാം. പിന്നെ മധുരം ആണെങ്കിലും നമുക്ക് ആവശ്യത്തിന് ചേർക്കാം.
മധുരം കുറവ് ഇഷ്ടമുള്ളവരുമുണ്ട്, കൂടുതൽ ഇഷ്ടമുള്ളവരുമുണ്ട്. അപ്പം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് മധുരവും ചേർക്കാം. ഞാൻ ചിരണ്ടി വെച്ചതിൽ 3/4 ഭാഗവും ശർക്കര ചേർത്ത്. അപ്പോൾ ഇത് മതിയായിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് കായപ്പൊടിയും കൂടെ ചേർക്കാം കേട്ടോ. ഒരു നുള്ളു കായപ്പൊടി ചേർത്താൽ മതി കേട്ടോ. കായപ്പൊടി ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല, എന്നാലും ചിലർ ചേർക്കാറുണ്ട്. അപ്പം നമ്മുടെ ഇഞ്ചിക്കറിക്കകത്ത് നമ്മൾ ഒരു നുള്ളു ഉപ്പും കൂടെ, ഉപ്പല്ല കായം ഇട്ടായിരുന്നു കേട്ടോ. ഒരു നുള്ളു നമ്മുടെ ഇഞ്ചിക്കറിക്കകത്ത് നമ്മളപ്പം ഒരു നുള്ളു കായവും കൂടി ഇട്ടായിരുന്നു. അങ്ങനെ നമ്മുടെ ഇഞ്ചിക്കറിക്ക് തിള വന്നിരിക്കുകയാണ്. ഇനി നമുക്കിത് അടുപ്പത്തുനിന്ന് മാറ്റി വേറൊരു പാത്രത്തിലാക്കി വെക്കാം. 3-4 ദിവസം നമുക്കിത് കേടുകൂടാതെ ഉപയോഗിക്കാം കേട്ടോ. അപ്പം നമ്മുടെ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഇഞ്ചിക്കറിയുടെ വിശേഷം. അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഓണാശംസകൾ. ബൈ.